ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഏവരും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? എന്താണ് നമ്മുടെ പ്രാർത്ഥന? സ്വാർത്ഥ ലാഭത്തിനോ ആത്മനിർവൃത്തിക്കോ പ്രാർത്ഥിച്ചു വന്ന സമാധാനം കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ടാണോ നാം പ്രാർത്ഥിക്കുന്നത്? അതോ എന്നെ സൃഷ്ടിച്ച എൻ്റെ അപ്പനോട് കുറച്ചു സമയം ഹൃദയം തുറന്ന് സംസാരിക്കാനാണോ? ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാകണം നമ്മുടെ പ്രാർത്ഥന. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. എന്താണ് ഈ ദാഹം? കിണറ്റിൻകരയിൽ ദാഹജലത്തിനായി എത്തുന്ന സമരിയാക്കാരിയും അതേസമയം അവളെ തേടി അവിടെ എത്തുന്ന ക്രിസ്തുവും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തിനായി ദാഹിക്കുന്ന മനുഷ്യാത്മാവും ആ മനുഷ്യാത്മാവിനായി ദാഹിക്കുന്ന ദൈവവും. ഈ രണ്ട് ദാഹങ്ങളും ഒന്നായി തീരുന്ന ഹൃദയ കൈമാറ്റത്തിൻ്റെ നിമിഷങ്ങളാണ് പ്രാർത്ഥന. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 2559 ഖണ്ഡികയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പ്രാർത്ഥന ഒരു സൗജന്യ ദാനമാണ്. വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. എളിമയാണ് ഈ സൗജന്യദാനം സ്വീകരിക്കാൻ വേണ്ട മനോഭാവം. തുടർന്ന് ഇപ്രകാരം പറയുന്നു: ത്രിയേകദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള ലളിതമായൊരു നോട്ടമാണ് പ്രാർത്ഥന. നമുക്കും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വിനയത്തോടെ എളിമയോടെ സർവശക്തൻ്റെ മുമ്പിൽ ആയിരിക്കാം. ദൈവത്തിനായി ദാഹിക്കാം. നമ്മുടെ സ്രഷ്ടാവിനോട് ലയിച്ചു ചേരാം. ആമേൻ.